Hi guys, good morning. Today we are going to discuss about poetic forms or genres of poetry. Types of poetry, genres of poetry or poetic forms. First, we have lyric. What is it? Lyric. Lyric is a formal type of poetry which express personal feelings or emotions, typically spoken in the first person narrative or first person point of view. It is a formal type of poetry which expresses personal feelings or emotions, typically spoken in the first person point of view. അപ്പം ഫസ്റ്റ് നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണ്? പേഴ്സണൽ പോയംസ് ആണ്. ദാറ്റ് മീൻസ് സബ്ജക്റ്റീവ്. സബ്ജക്റ്റീവ് മീൻസ് പേഴ്സൺ. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഒബ്ജക്റ്റീവാണ്. അക്കാഡമിക് റൈറ്റിംഗ് ഒബ്ജക്റ്റീവാണ്. സബ്ജക്റ്റീവ് മീൻസ് പേഴ്സണൽ, ഒബ്ജക്റ്റീവ് മീൻസ് ഇംപേഴ്സണൽ. അപ്പോൾ ലിറിക്കൽ പോയം എന്താണ്? ലിറിക് എന്താണ്? സബ്ജക്റ്റീവ് ഇൻ നേച്ചർ. ദിസ് formal type of poetry which expresses personal feelings or emotions, typically spoken in the first person point of view. Subjective or personal in nature. It is sung to the accompaniment of a musical instrument called lyra, L-Y-R-A or L-Y-R-E. L-Y-R-E or L-Y-R-A. Musical instrument called lyra. മീൻസ് ലിറിക് എന്നുള്ള വേർഡ് വന്നത് തന്നെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ലെയർ എന്നുള്ള അതിൽ നിന്നാണ് വന്നത് കേട്ടോ. അപ്പം ഈ പാട്ട് എപ്പോഴും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വെച്ച് അതിന് അക്കമ്പനി ചെയ്യുന്നുണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇത്രേ ഉള്ളൂ. സബ്ജക്റ്റീവ് പോയംസ്, പേഴ്സണൽ പോയംസ്, അതിൽ പേഴ്സണൽ ഫീലിങ്സ് പറയുന്ന പോയമിനെയാണ് നമ്മൾ എന്ത് പറയുക? ലിറിക്കൽ പോയം എന്ന് പറയാം. എ ലിറിക് പോയം ഈസ് സപ്പോസ് ടു ഹാവ് സെൻഷ്വാലിറ്റി, പാഷൻ, brevity, musical nature and subjectivity. ഒന്ന് മറത്തു പോകരുത്. എ ലിറിക് പോയം ഈസ് സപ്പോസ് ടു ഹാവ് സെൻഷ്വാലിറ്റി, പാഷൻ, ബ്രെവിറ്റി, മ്യൂസിക്കൽ നേച്ചർ ആൻഡ് സബ്ജക്റ്റിവിറ്റി. ഓക്കെ. ഇനി ദ റൊമാൻറ്റിക് പീരീഡ് ഈസ് സപ്പോസ് ടു ബി ഗോൾഡൻ പീരീഡ് ഓഫ് ലിറിക് പോയട്രി. റൊമാൻറ്റിക് പീരീഡ് അത് നമ്മളെ എന്താണ് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൻ്റെ എന്താണ് ക്ലാസിഫിക്കേഷനാണ്. അതിൽ ഒരു പീരീഡാണ് റൊമാൻറ്റിക് പീരീഡ്. റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? പേഴ്സണൽ നമ്മൾ എന്താ പറയുക, ഇമാജിനേഷനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഏജാണ്. അതിലുള്ള റോബർട്ട് ബേൺസ്, വില്യം വേഴ്സ്വർത്ത്, സാമുവൽ ടൈലർ കോൾറിഡ്ജ്, പേഴ്സി ബുഷി ഷെല്ലി, ജോൺ കീറ്റ്സ്, ഇവരൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൊമാൻറ്റിക് പോയറ്റ്സ് ആണ്. റോബർട്ട് ബേൺസ്, വില്യം വേഴ്സ്വർത്ത്, സാമുവൽ ടൈലർ കോൾറിഡ്ജ്, പേഴ്സി ബുഷി ഷെല്ലി, ജോൺ കീറ്റ്സ് were excellent lyricists. Later, Alfred North Tennyson, Robert Browning, Matthew Arnold also composed lyrics. That means, in Romantic and Victorian age, we can see lyrical poems. That means, personal poems we can see in these two ages. Romantic age, after the Romantic age, we have Victorian age. Victorian poet like Alfred Lord Tennyson, Robert Browning and Matthew Arnold. And Romantic poet like Robert Burns, William Wordsworth, Samuel Tyler Coleridge, Percy Bysshe Shelley and John Keats wrote lyrical poems. ഓക്കെ. അത് രണ്ട് ഏജിൽ, റൊമാൻറ്റിക് ഏജിലും വിക്ടോറിയൻ ഏജിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. പിന്നെ ഇതൊരു എന്താ പറയുക, പേഴ്സണൽ പോയമാണ്, സബ്ജക്റ്റീവ് ഇൻ നേച്ചറാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് വി ഹാവ് ഓഡ്. ഓഡ് എന്ന് പറഞ്ഞാൽ സബ് കാറ്റഗറി ഓഫ് ലിറിക്കൽ പോയം ഓർ മീൻസ് ഓഡ് ഓൾസോ എ ലിറിക്കൽ പോയം. സബ് കാറ്റഗറി ഓഫ് ലിറിക്കൽ പോയമാണ് എന്ത്? ഓഡ്. ഓഡ് ഈസ് എ പോയം ഇൻ ദ ഫോം ഓഫ് അഡ്രസ് ടു എ പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഓർ ഐഡിയ. പോയം ഇൻ ദ ഫോം ഓഫ് അഡ്രസ് ടു എ പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഓർ ഐഡിയ. ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ, പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഓർ ഒബ്ജക്റ്റ് ഒരു ഐഡിയനെ കുറിച്ച് നമ്മൾ അഡ്രസ്സ് ചെയ്ത് പറയുന്നത് തന്നെയാണ് ഓഡ് എന്ന് പറയും. ഓഡ് ഇൻ ദ ഫോം ഓഫ് അഡ്രസ്, സബ് കാറ്റഗറി ഓഫ് ലിറിക്. മറക്കരുത്, ഓഡ് ഇൻ ദ ഫോം ഓഫ് അഡ്രസ്, സബ് കാറ്റഗറി ഓഫ് ലിറിക്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഓഡ്സ് ആർ ഫോർമൽ ഇൻ നേച്ചർ, സീരിയസ് ഇൻ ടോൺ ആൻഡ് സബ്ജക്റ്റ് മാറ്റർ, എലാബറേറ്റഡ് സ്റ്റാൻസ ഫോം. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഫോർമൽ ഇൻ ഫോം, സീരിയസ് ഇൻ ടോൺ ആൻഡ് സബ്ജക്റ്റ് മാറ്റർ, സീരിയസ് ആയിട്ടാണ് പറയുക, സീരിയസ് ഇൻ ടോൺ ആൻഡ് സബ്ജക്റ്റ് മാറ്റർ, എലാബറേറ്റഡ് സ്റ്റാൻസ ഫോം. ഓക്കെ. ഇനി ഓഡ്
കുറേ എന്താണ് ഫേമസ് ഓഡ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ. അതിൽ ഓ ടു നൈറ്റിംഗേൾ, ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ, രണ്ടും ജോൺ കീറ്റ്സിൻ്റെതാണ്. പിന്നെ ഓ ടു സ്കൈലാർക്ക് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, പേഴ്സി ബിഷ്യു ഷെല്ലിൻ്റെതാണ്, റൊമാൻറ്റിക് പോയറ്റാണ്. പിന്നോട് ഓഡ് ഓൺ ഓട്ടം നിങ്ങൾ പഠിച്ചിട്ടില്ലേ, അത് ഇങ്ങനത്തെ ഓഡുകൾ ഉണ്ട്. ദർ ആർ 3 types of odes, classification of odes. First one, Pindaric ode, Horatian ode, irregular ode. There are 3 classification of odes: Pindaric ode, Horatian ode, irregular ode. ഓക്കെ, Pindaric ode, Horatian ode, irregular ode. ഇത് നിങ്ങൾ ബുക്കിൽ അങ്ങനെ വ്യക്തമായിട്ടില്ല, അപ്പോൾ നിങ്ങൾ ഇത് നോക്കിയിട്ട് തന്നെ നോട്ട്സ് ചെയ്തണം കേട്ടോ. ഞാൻ പറഞ്ഞത് കേട്ട് തന്നെ നോട്ട്സ് ചെയ്തണേ. അത്ര വൃത്തിയായിട്ട് നിങ്ങളെ ടെക്സ്റ്റിലില്ല, കുറേ കാര്യങ്ങൾ ടെക്സ്റ്റിലുണ്ട്. അത് കൺഫ്യൂസിങ് ആയതുകൊണ്ടാണ് ഞാനിതിൽ നോക്കിയിട്ട് വേറെ നോക്കിയിട്ട് പറയുന്നത് കേട്ടോ. നമുക്ക് വായിച്ചു നോക്കാൻ ടെക്സ്റ്റ് മനസ്സിലാവുമെന്നറിയില്ല. പിന്നെ ഓഡ്സ് were introduced in English by Abraham Cowley. അബ്രഹാം കൗളിയാണ് ഓഡ്സ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് കൊണ്ടുവന്നത്. അബ്രഹാം കൗളി, ABRAHAM, കൗളി, COWLEY. പിന്നെ തോമസ് ഗ്രേയുടെ ഒരു ഫേമസ് ഓഡുണ്ട്, പ്രോഗ്രസ് ഓഫ് പോയിസി ബൈ തോമസ് ഗ്രേ. പ്രോഗ്രസ് ഓഫ് പോയിസി ബൈ തോമസ് ഗ്രേ ഫേമസ് ഓഡാണ് കേട്ടോ. ഇത്രയാണ് ഓഡിനെ കുറിച്ച് പറയാൻ. നെക്സ്റ്റ് വി ഹാവ് സോണറ്റ്. നിങ്ങൾക്ക് നല്ല ഫെമിലിയർ ആവും സോണറ്റ്. പോയം വിത്ത് 40 lines ആർ നോൺ ആസ് സോണറ്റ്സ്. പോയം വിത്ത് 40 lines are known as sonnet. There are sonnet in Italian means sound or song. Sonnet in Italian means, the word sonnet in Italian means sound or song. There are 3 types of sonnets, which are the Petrarchan sonnet, Spenserian sonnet, Shakespearean sonnet. There are another classification of sonnet by G.M. Hopkins, introduced by G.M. Hopkins. The sonnet is known as Curtal sonnet. It has 10 lines. G.M. Hopkins introduced another sonnet, Curtal, CURTAL, Curtal sonnet. It has 14 lines. Curtal sonnet, it has 14 lines. G.M. Hopkins introduced Curtal sonnet. It has 14 lines. പിന്നെ നമുക്ക് ക്ലാസിഫിക്കേഷന് ഏതൊക്കെയാണ്? ഇറ്റാലിയൻ സോണറ്റ്, ഷേക്സ്പീരിയൻ സോണറ്റ്, സ്പെൻസേറിയൻ സോണറ്റ്. അതിൽ പെട്രിയൻ സോണറ്റിനെ ക്ലാസിഫൈഡ് ഇൻ ടു two parts. First 8 lines are octave, remaining 6 lines are sestet. Octave OCTAV, sestet SESTET, sestet. Spenserian or Shakespearean sonnet are 3 quatrains and 1 couplet. 3 quatrains means 4 lines each. 4 lines each, 3 quatrains, and couplet mean 2-line stanzas. This is the classification. Octave, Petrarchan sonnet divided into 2 parts, octave and sestet. First 8 line octave, remaining 6 lines sestet. Shakespeare or Spenserian sonnets are divided in 2 parts, 3 quatrains, 4 line each, and 1 couplet, 2 line each. That is it. Let me conclude today's class. Thank you.